ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ വല്യമ്മച്ചിയുടെ ഒരു ഈവനിങ് ഡ്യൂട്ടീസൊക്കെ എന്താണെന്നൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടോ ഞാൻ ഈ വീഡിയോ എടുത്തത്. ഞാനിവിടെ ഏകദേശം വന്നിട്ട് 10 വർഷമായിട്ടോ. അന്ന് മുതൽ ഞാൻ ഈ പരിപാടികളൊക്കെ ചെയ്യുന്ന വല്യമ്മച്ചി എന്നാണ് കേട്ടോ. ഈ വിറകിൻ്റെ എല്ലാ പരിപാടികളും വല്യമ്മച്ചിൻ്റെ ഡ്യൂട്ടിയാണ്. നിങ്ങളുടെ മുകളിൽ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു വിറക് പുര. അതിൻ്റെ മെയിൻ ഡിസൈനർ വല്യമ്മച്ചിയാണ് കേട്ടോ. എന്തൊക്കെ ഐറ്റംസ് എവിടെയൊക്കെ വെക്കണം എന്ന് വല്യമ്മച്ചിക്ക് മാത്രമേ അറിയുള്ളൂ. വല്യമ്മച്ചി മാത്രം ചെയ്താലേ അത് പെർഫെക്റ്റ് ആവുകയുള്ളൂ. ആര് ചെയ്താൽ വല്യമ്മച്ചിക്ക് ഇഷ്ടമാവില്ല. പിന്നെ ആ കൊണ്ടുപോയ ചേരിയൊക്കെ നാളത്തെ രാവിലത്തേക്ക് നമുക്ക് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ചേരി അടുക്കളയിൽ കൊണ്ടുപോയി വെക്കാൻ പോയതാണ് കേട്ടോ. പിന്നെയുള്ള വല്യമ്മച്ചിൻ്റെ ഒരു ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഇതാണ് ഈ ചൂലുമിടയിൽ നമുക്ക് ഉണങ്ങിയ പട്ടയൊക്കെ കിട്ടുമ്പോൾ വല്യമ്മച്ചി അതെന്താക്കും, അതിനെ ചൂലാക്കി മാറ്റാൻ എങ്ങനെയുണ്ടെന്ന് ആലോചിച്ച് നിൽക്കും. എന്നിട്ട് അതിനെ ചൂലാക്കി മാറ്റുകയും ചെയ്യും. നമ്മളത് അതിൻ്റെ നാര് നിങ്ങൾ പുറത്തുനിന്ന് മേടിക്കാറായിട്ട് ചെയ്യില്ല. അങ്ങനെ അത് നല്ല ഭംഗിയിൽ ഇങ്ങനെ ചൂലാക്കി എടുത്ത് വരാൻ കുറച്ച് സമയം എടുക്കും. അത് വല്യമ്മച്ചി നല്ല പെർഫെക്റ്റായിട്ട് ചെയ്യും കേട്ടോ. കാണാൻ തന്നെ നല്ല രസം. എപ്പോഴും വിചാരിക്കും ഒന്ന് പഠിക്കണം എന്ന്. പക്ഷേ ഇവിടെ നമുക്കുണ്ടോ അതൊക്കെ നോക്കിയിരിക്കാൻ നേരം? വല്യമ്മച്ചി ഉണ്ടല്ലോ, ആ ഒരു ധൈര്യത്തിൽ അതങ്ങനെ പോയിക്കൊണ്ടേക്കും. പിന്നെ ഇതാ വല്യമ്മച്ചി കെട്ടിയ ചൂലുകളാട്ടോ. ഇതൊക്കെ ഉണക്കാൻ വേണ്ടി മുകളിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിൽ 2-3 നിശത്താക്ക് കൊടുക്കാൻ വെച്ചതായിരുന്നു. പക്ഷേ നിശത്താക്ക് കൊണ്ടുപോകാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അത് അവിടെ തന്നെ ഉണ്ട്. നമ്മളും ഇത് ഉപയോഗിക്കാറുണ്ട്. പിന്നെ നമ്മുടെ നെയ്ബേഴ്സിനും റിലേറ്റീവ്സിനും ഒക്കെ നമ്മളിത് കൊടുക്കാറുണ്ട് കേട്ടോ. വല്യമ്മച്ചിക്ക് അവരെന്തെങ്കിലും സന്തോഷത്തിന് കൊടുക്കും, അതും ഒരു സന്തോഷമാണല്ലോ. പിന്നെ ഇതാ നനക്കുന്ന പരിപാടികളാണ്. ഇതൊക്കെ നമ്മുടെ മുളക് തൈകളാട്ടോ. മാഷാ അല്ലാഹ്, ഇപ്രാവശ്യം കുറച്ച് മുളക് അധികം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് കുറച്ചൊക്കെ പറിച്ചെടുക്കാറുമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ചമ്മന്തിക്കൊക്കെ എടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണല്ലോ. പിന്നെ നമ്മൾ അതെന്ന് പറയുമ്പോൾ അതൊരു വേറെ സന്തോഷം, നമ്മൾ പറയുന്ന മാതിരി അങ്ങനെ തന്നെ. അങ്ങനെ ഞാൻ അതിൽ നിന്നും കുറച്ച് മുളകൊക്കെ പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. രാത്രി ഇത്തിരി ചമ്മന്തിയൊക്കെ പൊടിക്കാമെന്ന് വിചാരിച്ചിട്ടോ. പിന്നെ ഇതാ വല്യമ്മച്ചി അടുത്ത ഇതൊക്കെ ഞാൻ പുതിയങ്ങാടിയിൽ നിന്ന് വരുമ്പോൾ ഒരിക്കൽ ഞങ്ങളെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു ചേച്ചി തന്ന വിത്താണ് കേട്ടോ. ഇതൊക്കെ വയലറ്റ് നിറത്തിലുള്ള മുളകായിരുന്നു. നല്ല മുളക് കണ്ടപ്പോൾ എനിക്ക് ഭംഗി തോന്നിയിട്ട് ഞാൻ വാങ്ങിയതാണ്. അങ്ങനെ വല്യമ്മച്ചി അതൊക്കെ വിത്താക്കി മാറ്റിയിട്ട് പിന്നെ ഇതാ ഉണക്കിയെടുത്ത് പിന്നെ നമുക്കിത് തൈപ്പാക്കി ഒരുപാട് തൈകളൊക്കെ ആക്കി മാറ്റിയിട്ടുണ്ട് കേട്ടോ. മാഷാല്ലാ. അങ്ങനെ ഇതൊക്കെ വല്യമ്മച്ചിൻ്റെ ഡ്യൂട്ടീസാണ്. ഇതിന് ഹെൽപ്പ് ചെയ്യാൻ നമ്മുടെ 2 കുട്ടീസാണ് കേട്ടോ. ഒന്ന് ഇവാച്ചു ഒന്നുണ്ട്, ഒന്ന് ഹൈസാപ്പു പിന്നെ വല്യമ്മച്ചിൻ്റെ പിന്നൊന്നും ഭാഗ്യത്തിന് മാറുകയില്ല. ബക്കറ്റ് എടുത്ത് കൊടുക്കാനും വെള്ളം എടുത്ത് കൊടുക്കാനും ഒക്കെ ഈ കുട്ടികളാട്ടോ. അതുകൊണ്ട് നമ്മൾ വലിയ ആൾക്കാരൊന്നും അതിൽ കയറി ഇടപെടണ്ട. ഈ കുട്ടീസ് തന്നെ അങ്ങ് ഏറ്റോളും. മറ്റു കുട്ടികളൊക്കെ ഹെൽപ്പ് ചെയ്യാറുണ്ട് കേട്ടോ. വല്യമ്മച്ചി ഒറ്റയ്ക്ക് മാത്രമൊന്നുമല്ല. അങ്ങനെ ഇതാ ഇന്നത്തെ ഈവനിങ് ഇവിടെ കഴിയാണ്. പിന്നെ